ഗാസയിൽ സമാധാനമുണ്ടാകുന്നതിന് വിലങ്ങുതടിയായി ഹമാസ്. കരാർ അവസാനിക്കാനിരിക്കെ ബന്ദിമോചനവും വെടിനിർത്തലും തുടരാൻ ശ്രമിച്ച ഇസ്രായേൽ പ്രതിനിധിയുടെ ശുപാർശകളാണ് ഹമാസ് തള്ളിയത്. നിലവിലെ വെടിനിർത്തൽ കരാർ മാർച്ച് 1-ന് അവസാനിക്കും. നിലവിൽ അവസാനിക്കാൻ പോകുന്ന കരാറിന്റെ ആദ്യഘട്ടം 42 ദിവസത്തേക്ക് കൂടി നീട്ടാനുള്ള ശ്രമങ്ങളായിരുന്നു ഈജിപ്തിൽ സമാധാന ചർച്ചകളിൽ സജീവമായിരുന്ന ഇസ്രായേൽ പ്രതിനിധി സർക്കാരിന് വേണ്ടി ആവശ്യപ്പെട്ടത്. ഇസ്രായേലിന്റെ ഈ നിർദ്ദേശം ഹമാസ് തള്ളി. മുമ്പ് പറഞ്ഞതുപോലെ രണ്ടാംഘട്ട വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന നിലപാടാണ് ഹമാസ് ഭീകര നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. മാർച്ച് 1-ന് ആദ്യ വെടിനിർത്തൽ കരാർ അവസാനിക്കുന്ന പക്ഷം ഗാസ വീണ്ടും യുദ്ധക്കളമാകാനുള്ള സാധ്യതയ്ക്കാണ് ഹമാസ് വഴി തുറന്നു കൊടുത്തിരിക്കുന്നത്. റമദാൻ കാലത്ത് ഒരു യുദ്ധ സാഹചര്യം മനഃപൂർവ്വം സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. റമദാൻ മാസത്തിൽ വെടിനിർത്തൽ നീട്ടിവെച്ചാൽ പകരം 4 ഇസ്രായേൽ പുരുഷ ബന്ദികളെ മോചിപ്പിക്കാനുള്ള പ്രപ്പോസലും ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരുന്നു. ഹമാസ് തടവിൽ ഗുരുതരമായി പരിക്കേറ്റ് കഴിയുന്നവരെയും ബന്ദി കൈമാറ്റത്തിൽ ഉൾപ്പെടുമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. സമാധാന കരാർ നീട്ടിക്കൊണ്ടുപോകുന്നതിൽ നിന്നും ഒഴിഞ്ഞുമാറി രണ്ടാംഘട്ട ചർച്ചകൾ ആരംഭിക്കുവാൻ ഇസ്രായേലിനെ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമമാണ് ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്നവരോടും അന്താരാഷ്ട്ര സമൂഹത്തോടും ഇത് ആവശ്യപ്പെടുന്നതായും ഹമാസ് പറയുന്നു. അതേസമയം വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം മാർച്ച് 1-ന് അവസാനിക്കാനിരിക്കെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധക്കളമാകാനുള്ള സാധ്യതകൾ ഏറെയാണ് കൽപ്പിക്കപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.